കൃഷാനോട് കുറേ പ്രശ്നം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റോബോട്ടാണോ എന്നൊക്കെ. അതുപോലെ പിന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് തിങ്ക് ചെയ്തത്. നമ്മൾ നോർമൽ ആൾക്കാർ വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ല. ഒരു ടൈം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് എന്ന്. ഈ ടൈമാണ് അങ്ങനത്തെ സാധനങ്ങൾ. അതായത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ റെട്രോ ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ടി വി ആയിരിക്കും, പഴയ ബോക്സ് ടൈപ്പ് ടി വി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടച്ച് സ്ക്രീൻ ആയിരിക്കും. ആ കൊടുത്തിരിക്കുന്നത് സ്വാറ്റ് കോസ്റ്റിനും ഇവിടെ ഉണ്ട്. അപ്പം അത് നോർമൽ പോലീസ് യൂണിഫോമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ അന്നൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാം എന്ന് തന്നെ അങ്ങനെ തന്നെ ചെയ്താണ് പ്ലാൻ ചെയ്തത്. അതിനകത്ത് എക്സ്ട്രാ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫേസിൽ മാസ്ക് ഉണ്ട്, പിന്നെ ലൈറ്റ്സ്, ഹെഡിൽ കുറച്ച് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. 2046 നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടേതായ കുറേ ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അതിൻ്റെ ഹാൻഡ് കപ്പൊക്കെ നോക്കിയാൽ കൃഷാന്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് കോസ്റ്റ്യൂമാണ്, ഒരു പോപ്പ് കൾച്ചറിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ലേഡി ഗാഗയാണ് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേഡി ഗാഗ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരണം എന്നേ പറഞ്ഞുള്ളൂ. അതിന് ഇന്ത്യൻ വെർഷൻ ആയിരിക്കണം. യൂഷ്വലി ചിന്തിച്ച് കഴിഞ്ഞാൽ 46 ആകുമ്പോഴത്തേക്കും ക്യാമറകളൊന്നും ഇല്ലാണ്ടാവും, അതായത് ചെറിയ സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ അത് കൊടുത്തേക്കുന്നത് ഈ റെട്രോയുടെ പരിപാടി വെച്ചാൽ മനസ്സിലായോ. അപ്പം അതിനെ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്തു, അത് നമ്മളെല്ലാവരും കൊടുത്തു. മസ്തിഷ്ക മരണം എന്ന സിനിമയുടെ വിഷ്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത 2 ക്രിയേറ്റീവ് പേഴ്സൺസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ തീ സ്റ്റുഡിയോയിൽ ചേരുന്നത്. വെൽക്കം ചെയ്യാം ആർട്ട് ഡയറക്ടർ ആൽവിൻ ജോസഫ് ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ ജോബി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, മസ്തിഷ്ക മരണം എന്ന സിനിമയെ പറ്റിയിട്ട് നമ്മുടെ ആഷ്ലി നമ്മുടെ ഇൻ്റർവ്യൂവിൽ വന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്, വട്ടുള്ള മനുഷ്യൻ്റെ വട്ടുള്ളൊരു പടമായിരുന്നു മസ്തിഷ്ക മരണം എന്ന്. യു ഗൈസ് ഹൗ യു ഡിഫൈൻ മസ്തിഷ്ക മരണം? ആർക്കാണല്ലോ തുടങ്ങാം. ആഷ്ലി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് കൃഷാന്ത് ചേട്ടൻ്റെ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പുള്ളിയുടെ ആവാസ് വ്യൂഹമാണെങ്കിലും പുരുഷപ്രേതമാണെങ്കിലും, പുരുഷപ്രേതത്തിലൊക്കെ നമുക്ക് ഫ്രെയിമിങ്ങിൽ പോലും പുള്ളി ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, പുള്ളിയുടെ ഒരു കയ്യൊപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി. അതുപോലെ തന്നെയാണ് മസ്തിഷ്ക മരണവും. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറമാണ് പുള്ളി ചിന്തിച്ചു പോകുന്നത്. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ട്, ഞാൻ കൃഷാനോട് കുറേ പ്രശ്നം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റോബോട്ടാണോ എന്നൊക്കെ. അതുപോലെ പിന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് തിങ്ക് ചെയ്തത്. നമ്മൾ നോർമൽ ആൾക്കാർ വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ല. പുള്ളി അങ്ങനെയാണ്, ഭയങ്കര ബുദ്ധിജീവിയായിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അതെല്ലാം ആ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ ഫിലിമിലും പുള്ളി അത് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടേതായിട്ട് ഒരു ജോണർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം അതിൻ്റെ ഒരു സാധനം നമുക്ക് ഇതിൻ്റെ അകത്തും കാണാം, മസ്തിഷ്ക മരണത്തിനും കാണാം. ഒരു നമ്മൾ ആരും ഏതാ ജോണർ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, കാരണം റെയർലി സംസാരിക്കുന്ന ഒരു ജോണർ എന്ന് വേണമെങ്കിൽ പറയാം. മസ്തിഷ്ക മരണത്തിലാണെങ്കിൽ സൈഫൈ, ഫ്യൂച്ചറിസ്റ്റിക്, കോമഡി, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ജോണർ. അതെ പുള്ളിയുടേതായ ഒരു ജോണർ അത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് വന്ന സമയത്ത് ഇതിൻ്റെ ഒരു വിഷൻ കൃഷാന്ത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ 2 പേരുടെ അടുത്ത് നിന്ന് എങ്ങനെയായിരുന്നു വേണമെന്ന് ചിന്തിച്ചിരുന്നത്? ആദ്യം നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു, വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും, കാരണം എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ കൃഷാന്തിനെ വിളിച്ചു, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി ഇരുന്നു. കോസ്റ്റ്യൂം അപ്പം എങ്ങനെ വേണം, എല്ലാത്തിനും കറക്റ്റ് പ്ലാൻ ഉണ്ട് കേട്ടോ. പിന്നെ ആൾ നന്നായിട്ട് വരയ്ക്കും കൃഷാന്ത്, എല്ലാത്തിനും സ്കെച്ചസ് ഉണ്ട്. സ്റ്റോറി ബോർഡ് അപ്പം തന്നെ സ്റ്റോറി ബോർഡ്സ് ഒക്കെ കാണിച്ചു തന്നു, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് വിഷ്വൽസ് എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റ് ധാരണയുണ്ട്. എല്ലാത്തിനും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട് എല്ലാത്തിനും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗട്ട്സ് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണമായിരുന്നു ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻ അനുസരിച്ച് ഇത് കൊടുക്കണം എന്ന് ഫസ്റ്റ് ചിന്തിച്ചത് എങ്ങനെയായിരുന്നു? അത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷനിൽ തന്നെയാണ് അത് ഫൈനലൈസ് ചെയ്തത്. നമുക്ക് വക്കീലിൻ്റെ കോസ്റ്റ്യൂം നമ്മൾ നോർമൽ ഇപ്പോൾ ഉള്ള കോസ്റ്റ്യൂം അല്ലാതെ ഇത് ഇമാജിനേഷൻ ആണല്ലോ. അപ്പം അത് എങ്ങനെ കൊണ്ടുവരാം, നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ വന്നതാണ്. പിന്നെ അതിന് ബ്ലാക്ക് കളറ് മൊത്തത്തിൽ ഔട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആംബർ റെഡ് കളർ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതെല്ലാം അങ്ങനെ തോന്നുന്നു ബ്ലാക്ക് റെഡും അതിൻ്റെ ഒരു എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ആൽവിൻ എങ്ങനെ? അതെ അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് എന്നിലേക്ക് വരുന്നത്. കാരണം ഷൂട്ട് തുടങ്ങാൻ എനിക്ക് തോന്നുന്നു ഒരു 7 ദിവസത്തിന് മുമ്പാണ്
എനിക്ക് ഞാൻ സാറിനെ കൃഷ്ണാന്തേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ട് നമുക്ക് ചെയ്യാം. അതായത് വേറെ ആരെയോ പുള്ളി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് മാറിയിട്ട് അവസാനമാണ് എൻ്റെ അടുത്തേക്ക് ഇത് വരുന്നത്. വന്നു കഴിഞ്ഞ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്ത് എനിക്കാദ്യം എനിക്ക് സ്റ്റോറി പുള്ളി പറഞ്ഞു തന്നു. അതായത് ഡിസ്ക്രൈബ് ചെയ്തു മൊത്തത്തിൽ. അത് കിട്ടുമ്പോൾ ക്രേസി ക്രേസി സാധനം. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സ്പോട്ടിൽ അവിടെ ഇരുന്ന് തന്നെ ടീം ബിൽഡ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ സാധനങ്ങൾ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. സാറിൻ്റെ കൃഷ്ണാന്തേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഫുൾ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന്. അപ്പം ആൾ മാറിയപ്പോൾ തന്നെ പുള്ളി തന്നെ കുറേ സാധനങ്ങൾ പുള്ളി റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായത്. അപ്പം ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിത് ഏത് മെറ്റീരിയൽ ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഓരോ പ്രോപ്പാണെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എല്ലാ പ്രോപ്പും നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒന്നും നമ്മൾ സ്ക്രാപ്പ് മെറ്റീരിയൽസ് റെൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല, നമ്മളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ സ്ക്രാപ്പിൽ നിന്നും ഓരോ സാധനങ്ങൾ ഹെഡ് ഗിയർ ആണെങ്കിൽ നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഓരോ ടീമിനെ അവിടെയൊക്കെ വെച്ച് അവിടെ ആ സ്പോട്ടിൽ തന്നെ വിളിച്ചാൽ 8 ദിവസമുള്ളൂ ഷൂട്ടിന്. 8ാമത്തെ ദിവസം ഷൂട്ടാണ്. അപ്പം തന്നെ നമ്മളൊരു ഇത് എനിക്ക് തോന്നുന്നു 40 ദിവസത്തെ ചാർട്ടായിരുന്നു ടോട്ടലി. 40 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട് ചാർട്ട് ചെയ്തേക്കുന്നത്. നമ്മളപ്പം തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഒരു 15 ദിവസം ഷൂട്ട് ചെയ്യാനുള്ള പ്രോപ്പ് നമ്മൾ വരച്ച് ഓൾറെഡി സാധനം ഉണ്ടാക്കാൻ തുടങ്ങി അവിടെ വെച്ച്. പിന്നെ ആണ് ഓരോ ദിവസം വെച്ച് ഇപ്പം എനിക്കാണെങ്കിൽ നമ്മൾ ഈ പരിചയമുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ, നമ്മളിപ്പോൾ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷൻ അല്ലാതെ അവിടുത്തെ പോലീസ് യൂണിഫോം അല്ലാത്ത ഒരു പരിപാടിയായിരുന്നു ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. യൂണിഫോം ഉപയോഗിക്കുന്ന പ്രോപ്സ് ആണല്ലോ നമ്മൾ അങ്ങനെ തന്നെ. കാരണം 2046 എന്ന് പറഞ്ഞൊരു സാധനം. പിന്നെ അതിൻ്റെ അകത്തൊരു ടേം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞു. ഈ ടേമാണ് അങ്ങനത്തെ സാധനങ്ങൾ. അതായത് ഇപ്പം ഞാൻ പറയാം എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെട്രോ ഫ്യൂച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴയ ടി വി ആയിരിക്കും, പഴയ ബോക്സ് ടൈപ്പ് ടി വി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടച്ച് സ്ക്രീൻ ആയിരിക്കും. പിന്നെ അതിൽ നമുക്ക് അങ്ങനത്തെ സാധനം കൊണ്ടുവരും. അത് കുറേ ഇംഗ്ലീഷ് പടങ്ങളുണ്ട് അതിൻ്റെ റെഫറൻസസ് ആയിട്ട്. എനിക്ക് എക്സാക്ട് സൈബർ പങ്കിന് പകരം റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ട് അതിൻ്റെ അകത്ത്. ഭയങ്കര ലോക്കലായിരിക്കും, പക്ഷേ അതിൽ ഭയങ്കര വലിയ ഫീച്ചേഴ്സ് കാണും. നമ്മളിതിൽ യൂസ് ചെയ്തിരുന്ന വാച്ചും ഫോണൊക്കെ ആയിട്ടില്ലേ, അപ്പോൾ അതൊക്കെ പഴയ സാധനങ്ങളാണ്. പക്ഷേ അതിൽ സ്ക്രീനൊക്കെ പൊങ്ങി വരും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ടെക്നോളജി ഹൈ ആണ്, പക്ഷേ ആ ഒരു പോലീസ് സ്റ്റേഷനിലെ ആ ഒരു യൂണിഫോം എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് ഇതുപോലെ തന്നെ ഇമാജിനേഷൻ ആയതുകൊണ്ട് തന്നെ നോർമൽ കാണുന്നതല്ലാത്ത വേണമെന്ന് കൃഷ്ണന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയാണെന്ന് പിന്നെ നമുക്ക് ഇത് ആക്ച്വലി സ്വാറ്റ് കോസ്റ്റ്യൂം ഇവിടെ ഉള്ളത് തന്നെയാണ്. ആ കൊടുത്തിരിക്കുന്ന സ്വാറ്റ് കോസ്റ്റ്യൂം ഇവിടെ ഉണ്ട്. അപ്പം അത് നോർമൽ പോലീസ് യൂണിഫോമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ അന്നപ്പം അങ്ങനെ ട്രൈ ചെയ്യാം എന്ന് തന്നെ അങ്ങനെ തന്നെ ചെയ്താണ് പ്ലാൻ ചെയ്തത്. അതിനകത്ത് എക്സ്ട്രാ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫേസിൽ മാസ്ക് ഉണ്ട്, പിന്നെ ലൈറ്റ്സ് ഹെഡിൽ കുറച്ച് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. അതെ പോലീസ് വണ്ടി പറക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജോണർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, അധികം പരിചിതമല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ജോണർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചലഞ്ചസും ചിലപ്പോൾ ആ സമയത്ത് വന്നിട്ടുണ്ടാവാം ഒരു ഇത് ചെയ്യുമ്പോൾ. അങ്ങനെ ചലഞ്ചസ് ടൈമായിരുന്നു എൻ്റെ ചലഞ്ച്. ഭയങ്കര രസമായിരുന്നു. ടൈം ഉദ്ദേശം എന്താ? കാരണം 2046 അതല്ലല്ല, നമുക്ക് ചെയ്യാനുള്ള ടൈം. അങ്ങനെ. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. ആരും കാണാത്ത വീട്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ സാധനങ്ങൾ ഇടാം. കാരണം അത് ശരിയാണ്, ഇപ്പം നമ്മുടെ ഇമാജിനേഷൻ ആണല്ലോ. അതായത് ഇപ്പം പാസ്റ്റ്, അതായത് 1950 അങ്ങനത്തെ പഴയ പാസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ടു മറന്ന സാധനങ്ങളാണ്. ഇപ്പോൾ വീടുകളായാലും പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ നമ്മൾ കണ്ടു മറന്നു. 2046 നമ്മൾ കണ്ടിട്ടില്ല. ഫ്യൂച്ചർ നമ്മുടെ ഇമാജിനേഷൻ, നമുക്ക് നമ്മുടേതായ കുറേ ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഹാൻഡ് കഫൊക്കെ നോക്കി അറിയാം. അതിൽ വരെ ഒരു ഹാൻഡ് കഫ് ഭയങ്കര വേറൊരു രീതിയിലാണ് ഞാനത് ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം ഹാൻഡ് കഫ് ആക്ച്വലി കൃഷാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളോട് ഇങ്ങനെയാണ്. പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നൊരു ഹാൻഡ് കഫൊക്കെ ഉണ്ടാക്കി. ഏതാണെന്നറിയോ, നമ്മളാ ബോഡി സെർച്ച് ചെയ്യുന്ന സീനിൽ നിരഞ്ജി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് കഫ് ഉണ്ട്. അത് മാഗ്നറ്റിക്കാണ്. ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു ലൈറ്റും അങ്ങനെ ചെയ്തിട്ടൊരു സാധനം. ഇങ്ങനെ കുറേ നമുക്ക് ചെയ്യാൻ പറ്റി. അതായത് നമ്മുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിൽ നിന്ന് കുറേ പ്രോപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഗെയിമിങ് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും
എല്ലാം കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരുന്നു, എന്തും ചെയ്യാം. എന്തും ചെയ്യാം. അത് ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും പീസ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിൻ്റെ ക്ലോത്തിങ്ങിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എത്ര പ്രയാസം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അത്രയും സെർച്ച് ചെയ്ത് പോകേണ്ട വന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നോർമലായിട്ട് കാണുന്ന ഫാബ്രിക്സ് ഒന്നും നമ്മൾ അധികം അത് ഫ്രിഡ സോമൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അതിലൊരു ഫോട്ടോഷൂട്ട് സെഗ്മെന്റ് ഉണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡ്. ഒരു 8 കോസ്റ്റ്യൂം ഉണ്ട് അതിൽ, പല പല ഡിസൈൻസിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സാധാരണ കാണുന്ന ഫാബ്രിക്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം ഒരു ലുങ്കിയാണ്. ലുങ്കി വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ലുങ്കി വിത്ത് ഡെനിം. പിന്നെ യെല്ലോ ഫർണിഷിംഗ് ക്ലോത്ത് ആണ് ആക്ച്വലി. അതെ, എനിക്ക് ഭയങ്കര ഗ്ലേസിങ് ആണ്. അതെ അതെ അതെ. ഇത് ഇപ്പോൾ ഫ്രിഡ സോമൻ്റെ ഒരു നമുക്ക് പറയാം ഒരു ഷോ സ്റ്റീലർ എന്ന് വേണമെങ്കിൽ പറയാം സിനിമയുടെ. അതെ അതെ. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റേ സൂപ്പർ കൺമണി എന്നുള്ള ഒരു കോസ്റ്റ്യൂം ആണെങ്കിൽ കുറേ കോസ്റ്റ്യൂം ഉണ്ടായത്. ലാസ്റ്റ് ആണെങ്കിൽ മറ്റേ ബാൻഡ് സെറ്റിലുള്ള അവരുടെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തത് എങ്ങനെയായിരുന്നു അതിൽ? അതെ, ഇങ്ങനെ കൃഷാന്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് കോസ്റ്റ്യൂമാണ്, ഒരു പോപ്പ് കൾച്ചറിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ലേഡി ഗാഗയാണ് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേഡി ഗാഗ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരണം എന്നേ പറഞ്ഞുള്ളൂ. അതിന് ഇന്ത്യൻ വെർഷൻ ആയിരിക്കണം. അപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതാ ലുക്ക് ആൻഡ് ഫീൽ അതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ ഐഡിയാസ് ഡിസ്കസ് ചെയ്തു. അപ്പം ഇങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് റെഫറൻസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ആൾക്ക് വർക്കായി, അങ്ങനെ അതിൽ വർക്കൗട്ട് ചെയ്തെടുത്താണ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കൊളാബറേഷൻ വേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഞങ്ങളെല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര അങ്ങോട്ടും. ഇതിലെല്ലാവരും കുറേ ഞാൻ വേറെ കുറേ പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ട് പോലും നമ്മുടെ ഇതിൻ്റെ ഒരു ടീം വർക്ക് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം നമ്മുടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഓടിപ്പോയി ഞാൻ ദിവ്യോട് ചോദിക്കും, നേരെ അവിടെ പോകും, ഞാൻ പുള്ളി ഓടി ഇവിടെ വരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മറ്റേ നമ്മുടെ DOP പ്രയാഗേട്ടൻ. ഇപ്പം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ പാടം തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അത് കയറി ഇടപെടും. ഐ മീൻ പുള്ളിയുടെ അതായത് പുള്ളിക്ക് ലൈറ്റ്സും കാര്യങ്ങളും വെച്ച് എന്തെങ്കിലും ഗിമിക്ക് ചെയ്യണമെങ്കിൽ പുള്ളി അത് നമ്മളോട് പറയും, ഇങ്ങനെ വെച്ച് നമുക്ക് ചെയ്താലോ, ഓപ്ഷൻസ് എടുക്കും. എന്നിട്ട് അത് വെച്ച് നമ്മൾ അങ്ങോട്ട് കൊളാബ് ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അല്ലേ, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? ആദ്യത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ? കാരണം ഒരു കളർ പാറ്റേൺ ആക്ച്വലി ഒരു കളർ പാറ്റേൺ കാണുമല്ലോ ഇതിന്. രണ്ടും ഇപ്പോൾ ആർട്ടിൻ്റെ ആണെങ്കിൽ ഒരു പ്രോപ്പ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുമ്പോഴും കോസ്റ്റ്യൂമിനാണെങ്കിൽ ആ ഒരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെങ്ങനെയായിരുന്നു? ഇതിൽ ബേസിക് ഒരു കളർ പാലറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പം ആർട്ടിനായാലും കോസ്റ്റ്യൂമിനായാലും ഐറ്റംസിനായാലും എല്ലാത്തിനും ഒരു കളർ പാലറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലാണ് പോകുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഷൂട്ട് തുടങ്ങുന്നതിന് 15 days മുന്നേ ഞാൻ വർക്ക് ചെയ്തത്, 8 days മുന്നെയാണ് ഹരിബരി വർക്ക്. അതെ, ഹരിബരി ആയിരുന്നു. അപ്പം എല്ലാവരും അവരവൻ്റെ വർക്ക് നന്നായിട്ട് ചെയ്തു. പിന്നെ ലൊക്കേഷനിൽ വന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ബേസിക് കളർ പാറ്റേൺ ഉണ്ട്. ഇപ്പം അത് ദിവ്യക്ക് കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് കിട്ടിയിട്ടുണ്ടാവും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതൊക്കെ ആയിട്ട് സെറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. കാരണം കൃഷാന്തൻ എല്ലാത്തിനും ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പം എല്ലാവർക്കും സ്കെച്ചസ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിനും ഡൗട്ട്സ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ കളർ പാലറ്റിലായാലും എല്ലാത്തിലും പ്രയാഗിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇന്ന കളേഴ്സ് പിടിക്കാം അല്ലെങ്കിൽ ഇന്ന കളേഴ്സ് വേണ്ട എന്ന് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്പോട്ടിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇപ്പം വരുത്തേണ്ട വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ? എന്തെങ്കിലും ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് വല്ലതും? എനിക്കങ്ങനെ വന്നിട്ടില്ല. കാരണം ഓൾറെഡി ഇന്ന സാധനങ്ങളാണ് കോസ്റ്റ്യൂം, നമുക്ക് ഇതിനകത്ത് പർട്ടിക്കുലറായിട്ട് കറക്റ്റ് കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെയുള്ള ഈച്ച് ആൻഡ് എവരി പ്രോപ്സും അതിൻ്റെ സെറ്റും എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ, ഞാൻ പറഞ്ഞില്ല, ഈ 8 ദിവസത്തിൽ പ്ലാൻഡാണ്. ഇതിൻ്റെ സ്കെച്ച് വരെ പ്ലാൻഡാണ്. പ്ലാൻ ചെയ്തിട്ട് ഫുൾ പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഷൂട്ടിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻസ് ഇല്ല. ഓക്കെ, ഇതിലൊരു ഔട്ട് വരുമ്പോൾ ഒരു ടൈം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ള തിങ്ക് നമുക്ക് എല്ലാ ഫിലിമിലും തോന്നും. അത് ഇതിൽ മാത്രമല്ല, നമുക്ക് എല്ലാത്തിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാം ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഇത് ഭയങ്കര രസമായിരുന്നു, ഇതിൻ്റെ ഷൂട്ടും പരിപാടിയൊക്കെ. അപ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പം ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ
ഇത് ടൈം ഇല്ലാത്തതിൻ്റെ ഒന്നും പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, ആ ഒരു സ്പിരിറ്റിൽ അതെ, ആ സ്പിരിറ്റിൽ അങ്ങ് പോയി. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ രാഹുൽ രാജഗോപാലിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ആദ്യത്തെ ഒരു ഫേസിൽ വേറൊരു രീതിയിലായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് പോയത്. ഒരു സെക്കൻഡ് ഫേസ് വന്നപ്പോൾ എനിക്ക് ഈ മെട്രിക്സിൽ ആ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ ഒരു ഷേവ് ചെയ്തിട്ടുള്ള ഹെഡാണെങ്കിലും പിന്നെ രജനികാന്തിൻ്റെ നമ്മുടെ ഭാഷയിൽ ആ ഒരു ഷെയ്ഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ വെക്കുന്നൊരു അതെന്തുകൊണ്ടാണ് അങ്ങനെ തിങ്ക് ചെയ്തത് അത് കൊടുക്കാമെന്നുള്ളത്? ഈ സോഷ്യൽ മീഡിയയിൽ മറ്റേ നടിമാരുടെ ഒക്കെ ഫോട്ടോ ഇങ്ങനെ നമ്മുടെ അങ്ങനത്തെ ഒരു റെഫറൻസ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത്. അവിടെ ഈ ആക്സിഡൻറ്റ് മൂലം പുള്ളീനെ അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റിയെടുത്തതാണ്. പുള്ളിക്ക് നടക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഷെയ്ഡ്സ് മാറ്റി കഴിയുമ്പോഴാണ് ഈ പുള്ളിയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് രാഹുലിയാൻ്റെ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഐഡിയ. രാഹുലിൻ്റെ ഇത് ഒരു സാധാ ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ, പക്ഷേ സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ചും നടിമാരെ കുറിച്ചൊക്കെ വീഡിയോസ് ഇടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ഇതിലാണ് നമ്മൾ ഫസ്റ്റ് കോസ്റ്റ്യൂം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വീട്ടിലിരിക്കുന്നതിലൊക്കെ ഭയങ്കര ലോക്കലായിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ്, ഒരു സാധാ. അപ്പം അവിടെ നിന്ന് ആൾക്ക് പാരലൈസ് ആയി പോകുന്നുണ്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ട്. അതിന് ശേഷം അതിന് നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്സ് ഒക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്തത്. അതും റെട്രോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വയേഴ്സും കേബിൾസ് എല്ലാം അങ്ങനെ റെട്രോ അപ്പോൾ ലാസ്റ്റ് മീഡിയാസിന് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണെങ്കിലും ഇങ്ങനെ അതാ ഞാൻ പറയാൻ വന്നത് ആദ്യം. കാരണം അത് നമ്മൾ പണ്ടത്തെ ഈ DVD ടി വിയിലേക്ക് വീഡിയോ കണക്ട് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ ഈ റെട്രോയിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ബ്രെയിനിൽ നിന്ന് വീഡിയോ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടുള്ള പാസിങ് അതിനു വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ ഈ റെട്രോ ഫ്യൂച്ചറിക്സ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു പ്രസക്തി. ഇപ്പോൾ ഇതിന് അതുപോലെ ഈ നിരഞ്ജൻ ചെയ്ത ക്യാരക്ടർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആളുടെ ഒരു ഇമോഷൻ, ആ ഒരു ഇമോഷണൽ ട്രോമ, ആളിപ്പോൾ ഒരു ഗെയിമറാണല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ റൂംസ് ആണെങ്കിലും ആൾ ഇടുന്ന ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കൃഷാന്ത് എങ്ങനെയായിരുന്നു അതിനെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്കിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? നിരഞ്ജൻ്റെ ക്യാരക്ടറിന് ഒരു ബിമൽ ചെയ്തത് ഒരു ഗെയിം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള സൈബർ പങ്ക് കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജാക്കറ്റ്സ് ആയാലും അതിൽ കൊടുത്തിരിക്കുന്ന കാഗോസ് ആയാലും എല്ലാം ആ ഒരു സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ടീഷർട്ടോ ഷർട്ടോ അങ്ങനെ അല്ലാതെ ഒരു ജാക്കറ്റ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് അല്ലേ, റെട്രോ. അതെ അതെ, അത് നമ്മൾ ഇതിൻ്റെ ആ അപ്പാർട്ട്മെൻറ്റ് കണ്ടില്ലേ, അത് ഭയങ്കര ഒരു അതാണ്. ഇപ്പം നമ്മൾ 1946 വരുമ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് അത് ഭയങ്കര പോപ്പുലേഷൻ കൂടിയ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ ഒരു ചേരി എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ മനസ്സിലായി, നമ്മൾ അന്നത്തെ ചേരി എന്ന് ഓർക്കുമ്പോൾ മനസ്സിലായി. എന്നോട് പറഞ്ഞത് ഇടുങ്ങിയ സ്ഥലം വേണമെന്ന് പറഞ്ഞു. ഇടുങ്ങിയ സ്ഥലം അപ്പോഴത്തേക്കും ഞങ്ങൾ വരച്ചിട്ട് അതിൻ്റെ സ്കെച്ച് ആദ്യം എടുത്ത് അത് മൊത്തം സെറ്റ് ഇട്ടേക്കാം. അതായത് ഇത് സിനിമയിലെ ഇൻറ്റീരിയേഴ്സ് മൊത്തം സെറ്റ് വർക്കാം. ഇൻറ്റീരിയർ നമ്മൾ എവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം സെറ്റാണ് ഇട്ടേക്കുന്നത് മൊത്തത്തിൽ. അപ്പാർട്ട്മെൻ്റ് ആയാലും കോർട്ട് റൂം ആയാലും പോലീസ് സ്റ്റേഷൻ ആയാലും എല്ലാം സെറ്റ് വെക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ കാണിച്ചെങ്കിൽ നമ്മൾ പുറത്താണ്. അപ്പോൾ എല്ലാ സെറ്റ് വർക്കിനും നമുക്ക് അതിൻ്റെ സ്കെച്ച് ഉണ്ട്. ഇപ്പം ഈ ഇടുങ്ങിയ അപ്പാർട്ട്മെൻറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സ്കെച്ച് ഇട്ടു, അതിൻ്റെ കളർ നമ്മളെല്ലാം ചൂസ് ചെയ്തു. പിന്നെ ആ ടബിലുള്ള ഇതിലുള്ള ആ പ്രോപ്പ് അതും നമ്മൾ ഈ വരയ്ക്കുകയാണ് ചെയ്ത് വരച്ചെടുത്തിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കുക ചെയ്ത്. മറ്റേ ഹാൻഡ് ഗിയർ ആയാലും ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഹെൽമെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം ക്രിയേറ്റ് ചെയ്തത് നമ്മളൊന്നും അവൈലബിൾ അല്ല. എല്ലാം നമ്മൾ ഇത് സ്കെച്ച് ചെയ്ത് അത് വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം എല്ലാ പ്രോപ്പും. ഇപ്പോൾ ഞാനൊരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഇപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് ഒരു വടി ഇങ്ങനെ ഒരു മിസ്സാക്കി പോയിട്ടുണ്ടായിരുന്നു ഒരു സെറ്റിൽ നിന്ന്. അപ്പോൾ അത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു കാര്യം സെറ്റിൽ നിന്ന് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? അല്ല, ഇതിൻ്റെ ഈ എല്ലാ പ്രൂഫും എൻ്റെ ഉണ്ട്. ഓക്കെ, ഞാൻ ചെയ്ത എല്ലാ പ്രൂഫും എൻ്റെ റൂമിലുണ്ട്. കാരണം ഇതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റി സംസാരമുണ്ട്. സെക്കൻഡ് പാർട്ടിനെ അത് പടത്തിൻ്റെ അവസാനം എൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഇത് ലീഡ് ഇടുന്നുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടി പുതിയ മോഡൽ ഉണ്ടാക്കണമെങ്കിൽ എനിക്കിതൊക്കെ വേണം. പിന്നെ
ഇത് കളയത്തില്ല എന്ന് പറഞ്ഞ് തന്നെ അത്രയ്ക്കും സെക്യൂർഡായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ പ്രോപ്പും ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ ഓരോ ലൊക്കേഷനിൽ ചെയ്യുന്ന ഒരു ഇപ്പോൾ സെറ്റാണെങ്കിലും അതിൽ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റിലത്തെ സാധനം വേറൊരു സെറ്റിലേക്ക് ഉപയോഗിക്കപ്പെടുത്താനായിട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, ഇതിൽ ഓരോ സെറ്റിലേക്കും ഓരോ സെക്ഷനാണ്. കാരണം ഇപ്പോൾ ടബ് സീൻ 2 വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ടബ് റൂം, 2 അപ്പാർട്ട്മെൻറ്റിൽ ട്രിപ്പ്. ഇത് രണ്ടിലും നമ്മൾ കൊടുത്തേക്കുന്ന ഹെഡ് ഗിയേഴ്സ് വേറെ വേറെയാണ്. അതായത് നിറച്ച് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സാധനം, അതായത് ചേരിക്കകത്ത് അങ്ങനത്തെ സാധനം കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തത്. പുള്ളിക്കാരി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം. അങ്ങനെ ഓരോ സെറ്റിനും ഓരോ പ്രോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ മാറ്റി യൂസ് ചെയ്യേണ്ട സാധനങ്ങളില്ല അതിൻ്റെ അകത്ത്. വേറെ സിനിമകളിലാണെങ്കിലും ഇല്ല, വേറെ സിനിമകളിലേക്ക് യൂസ് ചെയ്തില്ല. ഇതിൽ ഉപയോഗിച്ചത് ഇതിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ അല്ല, ഇതിന് കാരണം മസ്തിഷ്ക മരണത്തിന് എനിക്ക് തോന്നുന്നില്ല ഒരു റെഫറൻസ് എടുക്കാൻ വേറെ മലയാളത്തിൽ സിനിമ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതേപോലെ സിനിമ വന്നാലേ എനിക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള സാധനം എനിക്ക് തോന്നുന്നില്ല. അതൊരു ലക്കാണ്ടോ ഇങ്ങനൊരു ഇത്രയും ഡിസൈൻ ചെയ്യാൻ ഉള്ളൊരു അവസരമുള്ളൊരു മൂവി ഇനി കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇത്രയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് സത്യം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിനകത്ത് കുറേ ഇയർ കഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചധികം സെർച്ച് ചെയ്ത് ഓൺലൈനിലേക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച്, അത് വരുമോയെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു പർച്ചേസ് ചെയ്തപ്പം. കാരണം അറിയാത്ത സൈറ്റുകളൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ പർച്ചേസ് ചെയ്ത സൈറ്റുകളോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ കുറേ തപ്പി ഇൻട്രസ്റ്റിംഗ് ആയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് ഇങ്ങോട്ട് എത്തോ ഇല്ലയെന്ന് അറിയില്ല, എന്നാലും അങ്ങ് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ഷൂട്ടിൻ്റെ അന്ന് എനിക്ക് കിട്ടി. ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ഉച്ചയായപ്പത്തിന് എനിക്ക് ആ ആക്സസറീസ് കിട്ടി. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് അങ്ങനെ കിട്ടിയല്ലോ എന്നുള്ളത്. അതുപോലെ ഇതിനകത്ത് ഗോഗിൾസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, സ്പെക്സ് ഒക്കെ. അത് ബാംഗ്ലൂരൊക്കെ പോയി കുറേ സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്തതാണ്. ഡ്രസ്സുകൾ മൊത്തം ഇവിടെ നിന്ന് തന്നെ, കൊച്ചിയിൽ നിന്ന് തന്നെ നമ്മളെല്ലാം കളക്ട് ചെയ്ത് മെറ്റീരിയൽസ്. അതിനകത്ത് ഒരു 70% കോസ്റ്റ്യൂംസും നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. അതെ അതെ. ബാക്കി 30% മാത്രമേ ഉള്ളൂ ഈ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ സോഴ്സ് ചെയ്തിട്ടുള്ളൂ, ഔട്ട് സോഴ്സ്. ബാക്കിയെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ചെയ്തത്. ഓക്കെ. എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയൽ നോക്കി നമ്മൾ ഉള്ളൊരു ജേർണി ഉണ്ടായിരിക്കുമല്ലോ, ട്രാവലിംഗ് ഉണ്ടായിരിക്കുമല്ലോ, കുറേ സ്ഥലത്ത് നമ്മൾ പോയി അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ 2 പേരുടെ കാര്യത്തിലും അതെങ്ങനെയായിരുന്നു ആ ഒരു ട്രാവലിങ്ങിൻ്റെ പരിപാടി? എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയ സൂപ്പർ കൺമണിയുടെ കോസ്റ്റ്യൂമിൻ്റെ ഫാബ്രിക്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഫാബ്രിക്സ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, അതിവിടെ അവൈലബിൾ അല്ല. പിന്നെ അത് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ടൈം നമുക്കില്ലായിരുന്നു. പുറത്ത് പോയി പർച്ചേസ് ചെയ്യാനോ ഒന്നുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഉണ്ടായിരുന്നു. കാരണം ആ സൂപ്പർ കൺമണി എന്ന് പറയുമ്പോൾ വണ്ടർ വുമൺ കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് ആക്ച്വലി കാണുമ്പോൾ അറിയായിരിക്കും അങ്ങനത്തെ മെറ്റീരിയൽ അല്ല അതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ അതേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അവൈലബിൾ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രം എനിക്കൊരു ചലഞ്ചിങ് ആയിരുന്നു. ബാക്കിയെല്ലാം നമ്മളിവിടെയുള്ള ഫാബ്രിക്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലും നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റേഴ്സിൽ, ഫാബ്രിക്സിൻ്റെ ടെക്സ്റ്റേഴ്സ് നമ്മൾ നോക്കിയെടുത്തതൊക്കെ കുറച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടോ ഒരു ക്യാരക്ടറിൻ്റെ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോഗോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചന്തുവിൻ്റെ ഒരു ക്യാരക്ടർ കാണിക്കുകയാണെങ്കിൽ ഒരു ബഹിരാകാശ അതുമായിട്ട് ഭയങ്കരമായിട്ടും ഇതായിട്ട് നിൽക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂംസ് ആണെങ്കിലും അതേ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡീറ്റെയിലിംഗ് സ്പെസിഫൈ ചെയ്ത്, ഇപ്പോൾ നമ്മൾ ആദ്യമേ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ രണ്ടാമത് ആ സിനിമ കാണുമ്പോൾ എടുത്ത് കാണേണ്ട എന്തെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടോ രണ്ടുപേരും? അല്ല, ഉണ്ട്. ഇപ്പം ആ ക്യാരക്ടറിനെ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ചെന്നാൽ തന്നെ ആ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. അപ്പം അതിൽ കൊടുത്തേക്കുന്ന എല്ലാ പ്രോപ്സും എനിക്ക് തോന്നുന്നു ടബ് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവനൊരു ഗെയിമറാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അവരുടെ ചുവരിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഡിപ്രഷൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ കണ്ടിട്ടില്ല. കോർട്ട് റൂം ആണല്ലോ നമ്മൾ കണ്ടിട്ടില്ല. മോഡേൺ കോർട്ട് റൂം. മീഡിയ ഇത് നമ്മൾ മീഡിയയിൽ യൂസ് ചെയ്യുന്ന ക്യാമറാസ് ഒക്കെ ഉണ്ടോ, അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിസൈൻ. അപ്പം അത് അന്ന് നമുക്ക് യൂഷ്വലി ചിന്തിച്ച് കഴിഞ്ഞാൽ 46 ആകുമ്പോഴത്തേക്കും ക്യാമറകളൊന്നും ഇല്ലാണ്ടാവും, അതായത് ചെറിയ സാധനങ്ങൾ കാണുള്ളൂ. പക്ഷെ നമ്മൾ അത് കൊടുത്തേക്കുന്നത് ഈ റെട്രോയുടെ പരിപാടി വെച്ചാൽ മനസ്സിലായോ. അപ്പം അതിനെ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്തു, അത് നമ്മളെല്ലാവരും കൊടുത്തു.
ഇപ്പോൾ രണ്ടുപേർക്കും നല്ലപോലെ പണിയെടുക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയത് പറഞ്ഞു കേട്ടപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് വളരെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നാണെങ്കിലും തമിഴ്, തെലുങ്ക്, കന്നഡം, ഹിന്ദി, ഇപ്പം ഈ ഇന്ത്യയിലെ ഇൻഡസ്ട്രികളിൽ നിന്ന് എല്ലാവരും ഒരു കൊളാബ് ചെയ്തുള്ളൊരു വർക്ക്, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു എക്സ്പോഷർ നമുക്ക് കൂടുതലാണ് കിട്ടുന്നത്. ആ ഒരു കാര്യത്തിൽ ആസ് എ ടെക്നീഷ്യൻസ് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അല്ല, കൊളാബിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കൃഷാന്തിനെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എല്ലാവരെയും ഭയങ്കര കംഫർട്ടാക്കി നിർത്തും, പ്രഷർ തരത്തില്ല. ഇപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ നിനക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. കാരണം പുള്ളി അങ്ങനെ തന്നെയാണ് ദിവ്യയോടും പറയുന്നത്, അങ്ങനെ തന്നെ DOPയോടും പറയുള്ളൂ. മേക്കപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും ആർട്ടിസ്റ്റിനോട് വരെ അങ്ങനെ പറയുള്ളൂ. ആർക്കും ഒരു എനിക്ക് തോന്നുന്നു കൃഷാന്ത് സെറ്റ് ഈസ് ഭയങ്കര ഡിഫറെൻറ്റാണ്. കാരണം എല്ലാവരെയും സിനിമ പോലെ തന്നെ ഒരു സെറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രഷർ വന്ന് ഭയങ്കര റഷായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മൂടും പോയി അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് വരും. ഇതങ്ങനെയല്ല. നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു സംവിധായകനാകാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നല്ലൊരു സിനിമ ചെയ്യുന്ന സംവിധായകനാകാൻ ഭയങ്കര പാടാണ്. കാരണം അത് പുള്ളിക്ക് ഒരുപാട് ഇങ്ങനെ ഡീൽ ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. ആർട്ടിസ്റ്റിനായാലും ടെക്നീഷ്യൻസിനായാലും നമുക്കത് ഭയങ്കര ഭാഗ്യമാണ്. ഭയങ്കരമായിട്ട് നമ്മളോട് അത്രയ്ക്കും അങ്ങനെ നിന്നാൽ സംസാരിക്കുകയുള്ളൂ. ഒരിക്കലും പ്രഷർ തരത്തില്ല. ഇപ്പം രാത്രിയിലൊക്കെ വിളിച്ചായിരിക്കും നമുക്ക് നാളെ അങ്ങനെ ചെയ്താലോ, ഓക്കെ നമുക്ക് നാളെ രാവിലെ ഫസ്റ്റ് തൊട്ട് നമുക്ക് അങ്ങനെ വെച്ചാലോ, നമ്മൾ ഓക്കെ നമുക്ക് വെക്കാം. വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. നമ്മൾ പിന്നെ ഉറങ്ങി നമുക്ക് ചെയ്യാം പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ചെയ്യും. പക്ഷേ വേറെ എനിക്കങ്ങനെ തോന്നുന്നില്ല അല്ലേ? വേറെ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ എനിക്ക് ഇത്രയും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു സെറ്റ് ഉണ്ടായിട്ടില്ല. നമുക്ക് അത്രയും ഫ്രീഡം തരും. നമുക്ക് എന്ത് അഭിപ്രായം പറയാം, ഇത് നമുക്ക് ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും അതിനെന്താ ചെയ്തോ. അത്രയും ഫ്രീഡം ഉണ്ട് നമുക്ക്. പിന്നെ എന്തെങ്കിലും കോസ്റ്റ്യൂം ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ഡിലേ വന്നാൽ പോലും നമുക്കൊരു 10 മിനിറ്റ് തരണേ എന്ന് പറഞ്ഞാൽ അതിനെന്താ. അതുപോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് നിഖിൽ പ്രഭാകർ. നിഖിലിൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെന്താ നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയും. വേറെ സെറ്റിലേക്കാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും. അതെന്താ ഡിലേ വന്നേ എന്നായിരിക്കും നമ്മളോട് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു സ്പേസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നമുക്ക് ആ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. അതെ, നമ്മൾ അത്രയും കംഫർട്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഹാപ്പിയാണ്. അപ്പോൾ ആ ഔട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ കംഫർട്ടബിൾ തരും, നമ്മൾ ലേസി ആകത്തുമില്ല. അതെ, നമ്മൾ മാക്സിമം അതിനായിട്ട് എഫോർട്ട് എടുത്തേ ഉള്ളൂ. നമുക്കിപ്പം നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ, ഇരിക്കാൻ ചുമ്മാ ഇരിക്കാനൊന്നും ചെയ്തില്ല. നമ്മൾ അതിനനുസരിച്ച് എഫോർട്ട് എടുത്തേ ഉള്ളൂ. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു സാധനം. ഇപ്പം നിങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ പ്രോപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നല്ലാണെങ്കിൽ നമുക്ക് എൻ്റെ മേക്കിംഗ് ടീം ഭയങ്കര ഹാൻഡ്സം ആയിരുന്നു. അവർ നമുക്ക് ഏത് മെറ്റീരിയൽ വേണം, ഇത് മോൾഡ് ചെയ്യണം, സമയത്തിന് അങ്ങനെ എനിക്കൊരു ശരത്ത് എന്ന് പറഞ്ഞൊരു അവനാണ് ഹെഡ് ചെയ്തത്. അവൻ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഏത് മെറ്റീരിയൽ വേണമെന്ന് വരെ പുള്ളി ഇങ്ങനെ ചോദിക്കും, ഏത് വേണം പുള്ളി. ഞാൻ സ്ഥലത്തുണ്ടാവില്ല, നമ്മൾ അടുത്ത സെറ്റ് ലൊക്കേഷൻ കാണാൻ പോകുമായിരിക്കും. അപ്പോൾ അവരെ പണിയായിരിക്കും. ചേട്ടാ അതിൻ്റെ ഏത് മെറ്റീരിയൽ വേണം, അത് ചെയ്താലോ. അപ്പോൾ ഞാൻ പറയും, ഇത്ര ദിവസം ഉണ്ട് സമയം, ഇത്ര ദിവസത്തേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം വേണം. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ ടീമുമാണ്. നമുക്ക് അസോസിയേറ്റ്സ് ആയാലും എൻ്റെ ഡിസൈനറും അസോസിയേറ്റും നമ്മുടെ ആനന്ദ് ഡിസൈനറായിട്ടും എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്ന്, പിന്നെ എൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ അതുപോലെ തന്നെയായിരുന്നു. എൻ്റെ ഇതിൽ പർച്ചേസിനും ഇതിനൊക്കെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സെറ്റിലാണ് 4 പേരുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇല്ലെങ്കിലും ആ സെറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കോസ്റ്റ്യൂം എല്ലാം ആർട്ടിസ്റ്റിന് കറക്റ്റ് ടൈമിൽ കൊടുക്കുകയും എല്ലാം കറക്റ്റായിട്ട് ഡീൽ ചെയ്യുമായിരുന്നു, എൻ്റെ ആബ്സെൻസ് അവിടെ ഫീൽ ചെയ്യാതെ. അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ രാവിലെ ലൊക്കേഷനിൽ വരുന്നു, കോസ്റ്റ്യൂംസ് പ്ലാൻ ചെയ്യുന്നു, ഉച്ച കഴിഞ്ഞിട്ട് പർച്ചേസ് ഉണ്ടാവും, അപ്പോൾ അതിന് പോകുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഗ്യാപ്പ് അവർ കറക്റ്റ് ഫിൽ ചെയ്യുമായിരുന്നു. അപ്പം ഭയങ്കര സപ്പോർട്ടുള്ള ടീമായിരുന്നു. നിങ്ങൾക്ക് സിനിമ എന്നുള്ളൊരു ഫറ്റേണിറ്റിയിൽ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് പറയേണ്ട കുറേ സ്റ്റോറി കാണും. ഇതിൻ്റെ ബിഹൈൻഡ് നിങ്ങൾ വന്നിപ്പോൾ സിനിമ എന്നുള്ളൊരു വേൾഡിലേക്ക് വന്നതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി പറയേണ്ട ഒരുപാട് കാണും. അങ്ങനെയുള്ളൊരു സ്റ്റോറി രണ്ടുപേരുടെ എന്തായിരുന്നു? ഞാൻ സെൻറ് തെരേസസിലാണ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ എൻ്റെ സാറായിരുന്നു പ്രവീൺ വർമ്മ, ഡിസൈനർ. അതുപോലെ തന്നെ ധന്യ ബാലകൃഷ്ണൻ. അപ്പം ധന്യ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ അസിസ്റ്റ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ്സിൽ വരുന്നത്. പിന്നെ അതിനുശേഷം ഇൻഡിപെൻഡൻ്റ് ആയി, അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്.
അവരാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്. സിനിമ എന്നുള്ളൊരിത് ചെയ്യണം എന്ന് മനസ്സിലുണ്ടായിരുന്നോ ഒരു? ആദ്യം അഡ്വർടൈസ്മെൻറ്റ്സേ ചെയ്തിരുന്നത്. അപ്പം ഫിലിം ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുവേണ്ടി ശ്രമിച്ചില്ല. പക്ഷേ എപ്പോഴും ഒരു സിനിമ എന്നെ തേടി വന്നു. അങ്ങനെ ഫസ്റ്റ് മൂവി ചെയ്തു. അതിനുശേഷം ഒരുപാട് മൂവി പുറകെ ചെയ്തു. ഇനി എക്സ്പ്ലോർ ചെയ്യുന്നു. അതെ അതെ. പക്ഷെ ഇതിനകത്താണ് കുറച്ച് എന്തെങ്കിലും നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ പറ്റിയ മൂവി എനിക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് മസ്തിഷ്ക മരണമാണ്. യെസ്, അതിപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇന്നാവുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മൾ പഠിക്കുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അവിടെ ആൽവിൻ എന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് സിനിമ കയറണം തന്നെ ഉണ്ടായിരുന്നു. ഡിഗ്രി പഠിക്കുന്നതിൻ്റെ ഇടയിൽ ചാടുന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ നടന്നില്ല, വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോൾ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ട് BEdന് പോയി. BEdൻ്റെ ഇടയ്ക്കും ചാടി. അവിടെ നിന്ന് ചാടിയിട്ട് കൊച്ചി വന്നു. പിന്നെ സിനിമകൾ തപ്പി നടന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഫ്രെയിം ബിൽഡ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രെയിം ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് സീനറീസ് സ്കെച്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര പ്രൊഡക്ഷൻ ഡിസൈൻ അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അങ്ങനെയാണ് കൃഷാന്തിനെ പരിചയപ്പെടുന്നത്. പുള്ളിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റും പറ്റുമെന്ന് മനസ്സിലായി തോന്നുന്നു. അങ്ങനെയാണ് പുള്ളി സജസ്റ്റ് ചെയ്യുന്നത് കുറേ വർക്ക്. പിന്നെ ഫസ്റ്റ് ഞാൻ അഡ്വർടൈസ്മെൻ്റ് ആണ് ചെയ്തു തുടങ്ങിയത്. പിന്നെയാണ് മൂവീസിലേക്ക് വരുന്നത്, അസോസിയേറ്റ്സ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്നു ബെഞ്ച് മാർക്കായിട്ട് മസ്തിഷ്ക മരണമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ആദ്യ സിനിമകളിൽ ഒരു സിനിമയാണ് ഇത്. അപ്പോൾ തന്നെ ഒരു നല്ലൊരു നോട്ടബിൾ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണിത്. പിന്നെ മുന്നോട്ടാണെങ്കിൽ ഏത് ജോണർ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് രണ്ടുപേർക്കും ആഗ്രഹം? എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കോസ്റ്റ്യൂമിൽ വർക്ക്, നമ്മളുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും ഉള്ള ജോണേഴ്സ് കിട്ടി. അത് ഇന്ന ജോണർന്നൊന്നുമില്ല, എന്ത് കിട്ടിയാലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വർക്ക്സ് വന്നാൽ ഹാപ്പിയാണ്. മസ്തിഷ്ക മരണത്തിൽ ഏറ്റവും നോട്ടബിളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് പീസ് ഓഫ് വർക്കായിട്ട് തോന്നിയത് ഏതായിരിക്കും? എല്ലാമാണ്. എല്ലാമാണ്. അതിൽ ഫ്രിഡ സോമൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെ ചെയ്തത്, സ്റ്റിച്ച് ചെയ്തത്. കാരണം ഇത് പുറത്ത് കൊടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം സാധാ മെറ്റീരിയൽസ് അല്ല, അതിനകത്ത് കുറേ ബോണിങ്ങും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വേറെ ടൈപ്പ് ഓഫ് സിലോറ്റാണ് എല്ലാത്തിനും ചെയ്തിരിക്കുന്നത്. അപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി അതിലോട്ട് എത്തുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ആ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാണ് ചെയ്തത്. അതെ, അത് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരു സാധാ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന ബ്ലൗസാണ്, ഇന്ന ഡിസൈനാണ്, ഇന്ന നെക്കാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരെ തരുമായിരിക്കും. പക്ഷെ ഇതിനകത്തുള്ളത് എനിക്കത് എന്ത് നെക്കാണെന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാൻ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിലെ എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെ ചെയ്തത്. പിന്നെ എനിക്ക് ഈ കൃഷാന്തിൻ്റെ മൂവിലോട്ട് ഞാൻ എത്താൻ കാരണം നിരഞ്ജാണ് കേട്ടോ. നിരഞ്ജിൻ്റെ കൂടെ ഞാൻ 2-3 പടം ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. മണിമ്പിള്ള സാറിൻ്റെ പ്രൊഡക്ഷനിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 4.5 സംഘം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വേറെ ഡിസൈനറായിരുന്നു. 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. അപ്പം ആ ഡിസൈനറായിട്ട് വർക്കായില്ല കൃഷാന്ത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അത് ഇങ്ങനെ സ്റ്റോപ്പായി നിന്നപ്പോഴാണ് നിരഞ്ജ് ഇങ്ങനെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ 4.5 സംഘത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു 2 എപ്പിസോഡ് ഞാൻ ചെയ്തു. അതിനുശേഷം അത് ചെയ്തപ്പോൾ നമ്മൾ തമ്മിൽ ഓക്കെ സിങ്കായി കൃഷ്ണനായിട്ട്. അതെ അതെ. അങ്ങനെയാണ് മസ്തിഷ്ക മരണത്തിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തരുന്നത്. അതിലേക്ക് ഉണ്ടായി. അങ്ങനെ അടുത്ത പടങ്ങളും കൃഷ്ണനെ വേണം എന്നാണ് ആഗ്രഹം. അതെ അതെ, അതുകൊണ്ട് ഉടനെ തന്നെ ഉണ്ട്. ഉടനെ ഉണ്ടോ? ആ ഉണ്ടാവും. ഓക്കെ, അവിടെയോ? ചോദ്യം വിട്ടു പോയി. ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ അല്ല, ആ ജോണർ ഏത് ജോണർ വന്നാലും നമുക്ക് ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേൾഡ് ബിൽഡ് ചെയ്ത് ബിലീവബിൾ ആക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പം നമുക്ക് കോമഡി ആണേലും ഇത് കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ നമ്മുടെ ഡിസൈൻസ് ഭയങ്കര ബിലീവബിൾ ആക്കുക എന്നുള്ളതാണ്. നമ്മുടേതായ രീതിയിൽ അത് ബിലീവ്. അപ്പം ഇപ്പം സാധാരണ നിൽക്കുന്നതിൽ നിന്ന് എങ്ങനെ അത് വ്യത്യസ്തമാക്കാം എന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ പാലറ്റ് വെച്ചായിരിക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ബേസ് ആയിരിക്കാം. ഇതൊക്കെ വെച്ച് നമ്മുടേതായ ഒരു സാധനം കണ്ടിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ജോണറും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് കൂടുതൽ പാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആ സമയത്ത് കിട്ടാൻ പാടുള്ള കുറേ പ്രോപ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് അതൊക്കെ നമ്മൾ ഓൾറെഡി ഇത് റിസർച്ച് വേണ്ട ഏറ്റവും റിസർച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോയി അതൊക്കെ അവൈലബിൾ ആക്കി എടുത്ത് പോളിഷ് ചെയ്ത് അങ്ങനെയൊക്കെ പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തു നമ്മൾ ഇനി കുറച്ച് പാസ്റ്റിലേക്കും അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ ആണല്ലോ, ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആസ്പയറിംഗ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം ഡിസൈനറിനോട് പറയാനായിട്ടുള്ളൊരു ഒരു ഫസ്റ്റ് മൈൻഡ് സെറ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കണം എന്ന് പറയാം? കീപ്പ് ചെയ്യുന്നത് അങ്ങനെ മോട്ടിവേഷൻ എന്ന് പറയാൻ അറിയത്തില്ല. എന്നാലും നമുക്ക് തരുന്ന സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തരുന്ന അതിനോട് 100% ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യണം. അപ്പം പിന്നെ നമ്മളുടെ കഴിവായാലും നമുക്ക് എന്ത് ചെയ്യാനും പറ്റിയെന്നാലും അത് 100% കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഔട്ടും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ആൽവിൻ എങ്ങനെ? അല്ല, ഇനി ആർട്ട് ഡയറക്ടേഴ്സ് ആവാനുള്ള ആൾക്കാർക്കുള്ള കൊടുക്കാനുള്ള സാധനമാണോ എന്നെ? അതെ അതെ, അവരൊരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു ഒബ്സർവേഷൻ സ്കില്ലാണ്, ഇപ്പോൾ ലൈഫിനോടുള്ളൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള സ്കില്ലാണോ, എന്താണ്? ലൈഫിനോടല്ല, നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സൈഡ് നമ്മൾ ആദ്യം തന്നെ വായിക്കണം. ഒന്നാമത്തെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ വേൾഡ് നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒബ്സർവേഷൻ വേണം, പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒരുപാട് പേരിലേക്ക് ഇത് നീ അത് ചെയ്തോ അങ്ങനെ ഏൽപ്പിക്കാണ്ട് അതിനെ ഹെഡ് ചെയ്ത് അവരെ കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ്ലി ചെയ്തെടുപ്പിക്കുക. അതായത് സത്യത്തിൽ 100% ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതന്നെ ഇതിൻ്റെ മെയിൻ. അതാണ് മെയിൻ. ഈ സ്ക്രിപ്റ്റിനോട് 100% നീതി പുലർത്തുക എന്നുള്ളത് ചെയ്യുക. പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻസ് എടുത്ത് നമുക്ക് കുറേ റെഫറൻസ് കൊടുക്കണം അവർക്ക്, നമ്മൾ ചെയ്ത് കൊടുക്കണം അവർക്ക്. അങ്ങനെ കൊടുത്ത് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും. നമ്മൾ ഡിസൈനേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ അതിനേക്കാൾ ഉപരി ഡയറക്ടർക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ, അതിനോട് കുറച്ച് അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. ആളുടെ വിഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് എത്രത്തോളം പുള്ളിയുമായിട്ട് ഏത് ഡയറക്ടറാണെങ്കിൽ അവരുടെ വിഷനുമായിട്ട് സംസാരിച്ച് അവർക്ക് എന്ത് കളേഴ്സ് അല്ല എൻ്റെ ഫേവറേറ്റ് കൊടുക്കാതെ ഡയറക്ടർക്ക് എന്ത് ഫേവറേറ്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, അവരുടെ ക്യാരക്ടേഴ്സിന് എന്താണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. ഞാൻ എനിക്കിഷ്ടമുള്ള കൊടുക്കുള്ളൂ അങ്ങനെ പറയാതെ. ശരി, ഡയറക്ടറിൻ്റെ ഒരു വിഷൻ ആണല്ലോ. അതെ, അതാണല്ലോ സിനിമ. നമ്മൾ അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഡയറക്ടറായാലും അപ്പോൾ അവർക്കൊരു കളർ പാലറ്റ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി മുന്നോട്ടും ഒരുപാട് ബ്യൂട്ടിഫുൾ വർക്ക്സ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.